ഐഡിയേഴ്സ് വെൽക്കം ബാക്ക്. ഞാനിന്ന് വന്നിരിക്കുന്നത് കോഫി ടീ കേക്കിൻ്റെ റെസിപ്പി ആയിട്ടാണ്. കാപ്പിപ്പൊടിയുടെ ടേസ്റ്റിലുള്ള കേക്ക് നമുക്ക് എളുപ്പത്തിൽ തയ്യാറാക്കി എടുക്കാം. ഓവൻ്റെയും ബീറ്ററിൻ്റെയും ഒന്നും ആവശ്യമില്ല. ചേരുവകളെല്ലാം മിക്സിയിലിട്ട് കറക്കിയിട്ട് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാവുന്നതേ ഉള്ളൂ. നല്ല ടേസ്റ്റും നല്ല സോഫ്റ്റും ആണ്. അപ്പോൾ തയ്യാറാക്കി എടുക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. ഒരു ബൗളിലോട്ട് 1 ടേബിൾ സ്പൂൺ ഇൻസ്റ്റൻറ്റ് കോഫി പൗഡർ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതിലോട്ട് 1 ടേബിൾ സ്പൂൺ ചൂടുവെള്ളം കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് കലക്കിയെടുക്കാം. നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം. ഇനി ഇത് മാറ്റി വയ്ക്കാം. ഇതിൻ്റെ ചൂടൊന്ന് മാറി വരെയും വേണം. ഇനി മിക്സിയുടെ ജാറിലോട്ട് 2 മീഡിയം സൈസ് മുട്ട പൊട്ടിച്ചൊഴിച്ച് കൊടുക്കുക. റൂം ടെമ്പറേച്ചറിലുള്ള മുട്ടയാണ്. 2 മണിക്കൂർ മുന്നെയെങ്കിലും ഫ്രിഡ്ജിൽ നിന്ന് പുറത്തെടുത്ത് വയ്ക്കുക കേട്ടോ. എന്നാലേ കേക്ക് നല്ല കറക്റ്റായിട്ട് കിട്ടുള്ളൂ. ഇതിലോട്ട് 1/2 കപ്പ് പൊടിച്ച പഞ്ചസാര കൂടി ചേർത്ത് കൊടുക്കാം. പഞ്ചസാര പൊടിച്ച് തന്നെ ചേർക്കണം, ഇല്ലെങ്കിൽ നന്നായിട്ട് മിക്സായിട്ട് വരില്ല. 1/2 കപ്പ് എണ്ണ, ഞാനിപ്പോൾ സൺഫ്ലവർ ഓയിലാണ് എടുത്തത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ബട്ടറോ നെയ്യോ ചേർക്കാം. ഞാൻ എടുത്തിരിക്കുന്ന കപ്പ് 240 ml കപ്പാണ്. ഇനി നമുക്ക് ഇതിലോട്ട് കലക്കി വെച്ചിരിക്കുന്ന കാപ്പിപ്പൊടി കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഇത് 2 മിനിറ്റ് ഒന്ന് മിക്സിയിൽ നന്നായിട്ട് ബ്ലെൻഡ് ചെയ്തെടുക്കാം. മീഡിയം സ്പീഡിലിട്ടിട്ട് ബ്ലെൻഡ് ചെയ്തെടുക്കുക. അപ്പോൾ മിക്സിയിൽ അടിച്ചത് ബൗളിലോട്ട് ഒഴിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലോട്ട് മാവ് ചേർത്ത് കൊടുക്കണം. ഞാനിവിടെ 1 കപ്പ് മൈദമാവാണ് എടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഗോതമ്പ് മാവ് എടുക്കാം. പക്ഷേ മൈദയിൽ ഉണ്ടാക്കുമ്പോൾ കുറച്ചും കൂടെ ടേസ്റ്റ് ആയിരിക്കും. 2 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ ഇതിലോട്ട് ഡയറക്റ്റായിട്ട് അരിച്ചിട്ട് കൊടുക്കുകയാണ്. ഇതുപോലത്തെ അരിപ്പാണെങ്കിൽ അങ്ങനെ ചെയ്താൽ മതി. സാധാ അരിപ്പാണ് യൂസ് ചെയ്യുന്നതെങ്കിൽ 3 പ്രാവശ്യം നന്നായിട്ടൊന്ന് അരിച്ചെടുത്തിട്ട് ഇതിലോട്ട് ഇട്ട് കൊടുത്താൽ മതി. എന്നാലേ ബേക്കിംഗ് സോഡ എല്ലായിടത്തും ഒരുപോലെ ആയി വരുള്ളൂ. സ്പാച്ചിൽ വെച്ചിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. കേക്കിന് മിക്സ് ചെയ്യുമ്പോൾ ഒരേ സൈഡിൽ തന്നെ ഇങ്ങനെ മിക്സ് ചെയ്തെടുക്കുക. ഇനി ഇതിലോട്ട് 2 ടേബിൾ സ്പൂൺ പാൽ കൂടി ചേർത്ത് കൊടുക്കുകയാണ്. ഇത് റൂം ടെമ്പറേച്ചറിലുള്ള പാലാണ്. ഇങ്ങനെ ലാസ്റ്റ് ചേർക്കണമെന്നില്ല. മുട്ടയുടെ കൂടെ ഡയറക്റ്റ് ചേർത്തിട്ട് അടിച്ചെടുത്താലും മതി. ഒന്നും കൂടി ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മുടെ ബാറ്റർ റെഡി ആയിട്ടുണ്ട്. ഇതുപോലെ വീഴണം. ഇനി ഇത് കേക്ക് ടിന്നിലോട്ട് മാറ്റി കൊടുക്കുക. കേക്ക് ടിന്നിൽ നന്നായിട്ട് എണ്ണ പുരട്ടി കൊടുക്കുക. കേക്ക് ടിന്നില്ലെങ്കിൽ ചോറ് കൊണ്ടുപോകുന്ന പാത്രമൊക്കെ എടുത്താലും മതി. എല്ലാ വശവും ഒരേ കട്ടിയുള്ള പാത്രം ആയിരിക്കണം, എന്നാലേ കേക്ക് കറക്റ്റായിട്ട് വരുള്ളൂ. ഇപ്പം ചുവട് കട്ടി കൂടുതലുള്ള പാത്രമാണ് എടുക്കുന്നതെങ്കിൽ കേക്ക് കറക്റ്റായിട്ട് വരില്ല. അപ്പോൾ ഇതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് വേറെ കേക്കിൻ്റെ റെസിപ്പിയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ റിപ്പീറ്റ് ചെയ്യണില്ല. അപ്പോൾ അത് കണ്ടാൽ മനസ്സിലാവും. എണ്ണ തേച്ച് പിടിപ്പിച്ചതിന് ശേഷം ഇതിലോട്ട് കുറച്ച് മാവ് കൂടി വിതറിയിട്ട് നന്നായിട്ടൊന്ന് തട്ടിക്കൊടുക്കുക. ബട്ടർ പേപ്പർ വെച്ച് കൊടുക്കുക. ഇനി ഇതിലോട്ട് നമുക്ക് ബാറ്റർ ഒഴിച്ചു കൊടുക്കാം. നന്നായിട്ടൊന്ന് തട്ടിക്കൊടുക്കാം. എയർ ബബിൾസ് ഒക്കെ ഉണ്ടെങ്കിൽ പോകാൻ വേണ്ടിയിട്ടാണ്. ഇനി നമുക്കിത് ബേക്ക് ചെയ്തെടുക്കാം. ചുവട് കട്ടിയുള്ള ഒരു പാത്രത്തിൽ കുറച്ച് ഉപ്പിട്ടതിന് ശേഷം അതിൻ്റെ മുകളിൽ ഒരു തട്ട് വയ്ക്കുക. ഇനി ഇത് അടച്ചു വെച്ചിട്ട് മീഡിയം ഫ്ലെയിമിൽ 10 മിനിറ്റ് ഒന്ന് പ്രീ ഹീറ്റ് ചെയ്തെടുക്കാം. 10 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. നമുക്കിതിലോട്ട് കേക്ക് ടിൻ വെച്ച് കൊടുക്കാം. പെട്ടെന്ന് തന്നെ കേക്ക് ടിൻ വെച്ച് കൊടുക്കണം. എന്നിട്ട് പെട്ടെന്ന് അടച്ചു കൊടുക്കുക. ഇല്ലെങ്കിൽ ചൂട് വ്യത്യാസം വരും. അടപ്പിൽ ഹോൾ വല്ലതും ഉണ്ടെങ്കിൽ അലുമിനിയം ഫോയിൽ വല്ലതും വെച്ചിട്ടൊന്ന് അടച്ചു കൊടുക്കുക. ചൂട് പുറത്ത് പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. ഇനി 25 മുതൽ 30 മിനിറ്റ് വരെ മീഡിയം തീയിൽ വേവിച്ചെടുക്കാം. അപ്പോൾ ഇതിൻ്റെ സമയം നമ്മുടെ സ്റ്റൗവിൻ്റെ ചൂടൊക്കെ അനുസരിച്ചിരിക്കും. ചിലപ്പം കുറച്ച് കൂടുതൽ സമയം എടുക്കും, ചിലപ്പം കുറവേ എടുക്കുള്ളൂ. 25 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. വെന്തോന്ന് അറിയാൻ വേണ്ടിയിട്ട് ഒരു ടൂത്ത് പിക്കോ അല്ലെങ്കിൽ പപ്പടം കുത്തിയോ വല്ലതും ഇട്ട് കുത്തി നോക്കുക. മാവൊന്നും പിടിച്ചു വന്നിട്ടില്ല. ഇത് വെന്തിട്ടുണ്ട്. നമുക്ക് എടുത്തു മാറ്റാം. ചൂട് മാറുന്നതിന് മുന്നേ തന്നെ നമ്മൾ ഈ കേക്ക് ടിന്നിൽ നിന്ന് ഇളക്കിയെടുക്കണം, അല്ലെങ്കിൽ കേക്ക് പെട്ടെന്ന് താന്നു പോവും. ബട്ടർ പേപ്പർ മാറ്റി കൊടുക്കുക. ഇനി ഇത് നമുക്ക് ചൂട് മാറിയതിന് ശേഷം മുറിച്ചെടുക്കാം. അപ്പോൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. കണ്ടോ എന്ത് സോഫ്റ്റ് ആണെന്ന്. നല്ല ടേസ്റ്റും ആണ്. അപ്പോൾ ട്രൈ ചെയ്ത് നോക്കുക. ഇപ്പോൾ ലോക്ക്ഡൗണിലൊക്കെ ട്രൈ ചെയ്യാൻ പറ്റിയ റെസിപ്പിയാണ്. ബേക്കറിയിലൊന്നും പോകാതെ തന്നെ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള കേക്ക് വീട്ടിലുണ്ടാക്കി എടുക്കാം. ശർക്കരയും ഗോതമ്പ് മാവും കൊണ്ടുള്ള കേക്ക് ഞാൻ നേരത്തെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് കണ്ടിട്ടില്ലാത്തവർക്ക് അതിൻ്റെ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം കേട്ടോ. അതും ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്തിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക. ഇഷ്ടമായെങ്കിൽ ലൈക്കും ഷെയറും ചെയ്യുക. ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്കും ചെയ്യുക. കൂടുതൽ റെസിപ്പീസിനായിട്ട് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. അടുത്തൊരു റെസിപ്പി ആയിട്ട് കാണാം. ബൈ.